ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിതാ ഇന്ന് അടുത്ത വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു റിവ്യൂവിനെ കുറിച്ചാണ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ചരിത്രപരമായി കുറിക്കപ്പെട്ട ഒരു സിനിമയാണ് ഇപ്പോൾ എൻ്റെ ലോക ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ കഥാപാത്രത്തെ ഇത്രയും വലുതാക്കി കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഈ അടുത്തൊന്നും ഒരു സിനിമയിലും ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാള സിനിമയിലാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് സ്ത്രീ കഥാപാത്രത്തെ വലുതാക്കി കാണിച്ചുകൊണ്ടൊരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പം കല്യാണി പ്രിയദർശനിലൂടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു വലിയ ഒരു ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വിജയകരമായി ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര നമ്മളെല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഏറ്റവും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ വുമൺ എന്ന ക്യാരക്ടറിലൂടെ കല്യാണി പ്രിയദർശന്റെ ഫിലിം കരിയറിലെ തന്നെ ഒരു ചേഞ്ചിങ് മൊമെന്റ് ആണ് ഈ സിനിമയിലൂടെ മാറിയിരിക്കുന്നത്. അത്രത്തോളം പെർഫെക്റ്റ് ആണ് ആ സിനിമയുടെ ഓരോ ഭാഗവും. വിഷ്വൽ എഫക്റ്റുകളിലും അതേപോലെ തന്നെ സൗണ്ട് എഫക്ട്സിലും അതേപോലെ ലൈറ്റിംഗ്, മേക്കിംഗ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ലോക വളരെ 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 നന്നായി തന്നെ വിജയം ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആണ് ഓരോ മേക്കിങ്ങും. കാരണം വിഷ്വൽ ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്ടർ ബ്രില്യൻസും അതേപോലെ തന്നെ ആക്ടേഴ്സ് ബ്രില്യൻസും എല്ലാം, മേക്കിംഗ് എല്ലാം തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. കല്യാണി പ്രിയദർശൻ എന്ന നടിയുടെ ഏറ്റവും നല്ല ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ഈ സിനിമയിലൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ മൂവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ദുൽഖർ സൽമാൻ്റെ ബ്രില്യൻസ്, അത് ഒരിക്കലും നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ്, അതേപോലെ തന്നെ അത്രത്തോളം ആ സിനിമയെ വിശ്വസിച്ച് കൂടെ നിന്ന് ദുൽഖർ സൽമാനാണ് ഏറ്റവും വലിയൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അത്രത്തോളം ഈ സിനിമയുടെ ഇതിന് പുള്ളി ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം കല്യാണി പ്രിയദർശൻ്റെ ആയാലും അഭിനയത്തിലൂടെ ഒരു മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, നാഴികക്കല്ല് പിന്നിട്ടു എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു കിടിലൻ സിനിമയും കൂടെ ലഭിച്ചിരിക്കുകയാണ്. റൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മലയാള മേക്കിംഗ്, ഒരു മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി മേക്കിംഗ് ആണ് ഡൊമിനിക് അരുൺ നമുക്ക് ഇതിലൂടെ കാഴ്ച വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ സത്യബാലചന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി നമുക്ക് മുന്നിൽ നല്ല ഒരു സ്ക്രീൻ പ്ലേ ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ, അതേപോലെ തന്നെ ജോൺ വർഗീസ് ആൻഡ് ബിബിൻ പരുമ്പള്ളി. സിനിമാറ്റോഗ്രഫി നോക്കിയാൽ നിമേഷ് രവി, പറയാൻ വാക്കുകളില്ല. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് എഫക്റ്റുകളും അതേപോലെ തന്നെയുള്ള മേക്കിങ്ങുമാണ് നിമേഷ് രവി നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആണ് ഈ മൂവിയിലൂടെ നിമേഷ് രവി. അതേപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ നോക്കിയ ജിത്തു സെബാസ്റ്റ്യൻ, നല്ല ഒരു, കാരണം അത്രത്തോളം മികച്ചതാണ് ഇതിൽ ഈ സിനിമയിലെ ഓരോ ആർട്ട് വർക്കുകളും. അതേപോലെ തന്നെ കോസ്റ്റ്യൂം, നമ്മുടെ കല്യാണി പ്രിയദർശന്റെ കോസ്റ്റ്യൂംസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കോസ്റ്റ്യൂം വർക്ക് അത്രത്തോളം പക്കയായിട്ടാണ് അവരത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മെൽവിൻ ജെയിം അതേപോലെ തന്നെ അർച്ചന റാവു, ഇവർ രണ്ടുമാണ് മൂവി കോസ്റ്റ്യൂം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കല്യാണി പ്രിയദർശന്റെ അതേപോലെ തന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെയും കോസ്റ്റ്യൂം അവർ നല്ല രീതിയിൽ തന്നെ സെൻസ് ചെയ്തിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വിജയകരമായ ഒരു ഫിലിം മേക്കിംഗ് ആണ് ഡൊമിനിക് അരുൺ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം പെർഫെക്ഷൻ നമ്മുടെ ഈ മൂവിയിൽ
ഡൊമിനിക് അരുൺ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ഇതൊരു പ്രചോദനമേകുന്ന സിനിമയാണ്. കാരണം ഓരോ ഡയറക്ടേഴ്സും അതേപോലെ തന്നെ ഓരോ പ്രൊഡ്യൂസേഴ്സും എത്രത്തോളം പൈസ ഇറക്കിയിട്ടാണ് ഓരോ സിനിമകൾ ചെയ്ത് വെക്കുന്നത് നമുക്ക് കാണാം. കാരണം ഫ്ലോപ്പ് ആവുന്ന മൂവീസ് ആയിക്കോട്ടെ, എത്രത്തോളം പണമാണ് അവർ ചിലവാക്കുന്നത്. അപ്പം കുറച്ച് ഫണ്ട് ചിലവാക്കിയിട്ടാണെങ്കിലും ഇതുപോലെയുള്ള സിനിമകൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പല സിനിമകളും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് കിട്ടുന്നതായിരിക്കും. കാരണം അത്രയും വിജയകരമായ ഒരു മൂവി പ്രസൻറ്റേഷനാണ് ഡൊമിനിക് അരുൺ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, മസ്റ്റ് വാച്ച് മൂവി. അതേപോലെ തന്നെ ഡോണ്ട് മിസ് യുവർ തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു ഗായ്സ്.